തേസൂല് ഇന്നലെ നിന്ന പമ്പാട്ടത്. ഇവിടുന്ന് ഇപ്പൊ ഒരു 8:30 ആയി സമയം. ഇനി പോണത് ഡോങ് വാലി, ഇന്ത്യയുടെ ഫസ്റ്റ് സൺറൈസ് കാണുന്ന ഡോങ് വാലിയിലാണ് പോണത്, ഈസ്റ്റേൺ സൈഡില്. ഞങ്ങളെ കുറച്ച് ലഗേജുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോവാന്. തക്കാളി ഇവിടെ 80 രൂപയാണല്ലോ, ഭയങ്കര വിലയാണ്. പക്ഷെ കുറച്ചുകൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ വില ഒന്നും കൂടി കൂടും. അപ്പോ അത്യാവശ്യമുള്ള എത്ര വേണം? 4 മതിയല്ലോ. ഇപ്പം മാർക്കറ്റാണ്, പക്ഷെ മുടിഞ്ഞ വിലയാണ് ഇവിടെ. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. വില കാട്ടാൻ ചന്തം വിടും എന്താ അറിയില്ല. 1-2 സാധനം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് 50 രൂപയാണ് ഒരായത്. ഓക്കെ, അരി ഇവിടുത്തെ പച്ചരിയാണ് കേട്ടോ. കിലോന് 40 രൂപ. അപ്പൊ അത് 2 കിലോ വാങ്ങാൻ തീരുമാനിച്ചു. കാരണം 2-3 ദിവസം എന്തായാലും ഇപ്പൊ അവിടെ തന്നെ ആവും ഉണ്ടാവുക. തേസു മാർക്കറ്റ് ആട്ടോ, മോർണിംഗ് മാർക്കറ്റ്. രാവിലെ തന്നെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആളുകൾ തന്നെ വാങ്ങാനുണ്ട്. നല്ല വില ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രഷ് പച്ചക്കറിയാണ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. നാഷണൽ ഹൈവേ 13ആണിത്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ 113 ആവും. പിന്നെ അരുണാചലിൽ പെട്രോളിന്റെ റേറ്റ് എത്ര വെച്ചാൽ 92 റുപ്യ ചില്ലറയും, അതായത് 93 റുപ്യ ഉള്ളൂ. ഇപ്പൊ നിലവിൽ കുറഞ്ഞ റേറ്റ് ഇപ്പൊ കണ്ടത് അരുണാചലിലാണ്. ഈ റോഡ് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. വാഹനങ്ങളൊക്കെ വളരെ ചുരുക്കാണ് കേട്ടോ ഇതില്. മല കണ്ടില്ല, നല്ല അടിപൊളി മലനിരകളാണ്. ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് ഇതുപോലത്തെ റോഡാണ്. ഒരു 200 കിലോമീറ്ററോളം ഇതുപോലത്തെ റോഡൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കണ്ടാ വിചാരിക്കും നാട്ടിലൊക്കെ വല്ല വാഴ കൃഷിയാണെന്ന് കരുതും. പക്ഷെ ഇത് അതല്ല കേട്ടോ, ഇത് കാട്ടിലുണ്ടായിട്ടുള്ളൊരു വാഴയാണ്. കണ്ടില്ല, ഇവിടെ മൊത്തത്തിൽ ഇത് തന്നെയാണ്. ചില ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാണാം. ആ മലേൻ്റെ മുകളിലൊക്കെ കണ്ടില്ല, അങ്ങനെ ഫുള്ളായിട്ട് വാഴയാണ്. എവിടേക്കാ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറച്ചതായിട്ടും കണ്ടു. വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. കാരണം ഇങ്ങനെ തിക്കായിട്ടുള്ള വനമാകുമ്പോൾ അവിടെ നല്ല തണുപ്പാണ്. തെർമലും കാര്യങ്ങളും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല തണുപ്പാണ്. പിന്നെ ഇടയ്ക്ക് ഒന്നുമില്ല, വീടൊന്നുമില്ല, മൊത്തം മലനിരകളാണ്. ഈ മലേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ റോഡാണ്. അപ്പം ഞാൻ അടുത്തൊരു ടൗൺ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ഓടണം. അപ്പോൾ ഒരു 50-60 കിലോമീറ്റർ ഒക്കെ ഓടി. നെറ്റ്വർക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. പിന്നെ എയർടെലിനൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്, ബാക്കിയുള്ളതിനൊന്നും അധികം അങ്ങനെ ഇല്ല. പിന്നെ റോഡ് നല്ല റോഡാണ്, BROന്റെ റോഡല്ലേ, നല്ല റോഡാണ്. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞ് കുറച്ച് ഇത് കാണുന്നുള്ളൂ. അത് എന്താ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളതാണ്, അല്ലാതെ ഒന്നുമില്ല. ബാക്കിയുള്ള റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ്. വാഴത്തോട്ടം കണ്ടില്ല, ഇഷ്ടം പോലെ വാഴകൾ മുകളിൽ. നല്ല ഉയരണ്ട് കേട്ടോ ഈ വാഴകളൊക്കെ. അടിയിൽ നിന്ന് ഇങ്ങോട്ട് കുണ്ടിലൊക്കെ ഉള്ള വാഴ എത്രങ്ങാനും ഉയരാന്നോ അങ്ങോട്ട് നോക്കുമ്പോൾ. അടുത്ത സ്പോട്ട് ഉദ്ദേശിച്ചത് ഹൈലൂങ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണിത്, ദിദിങ് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിൽ പോട്ടെ. വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തണം. നല്ലൊരു സൂപ്പർ സ്ഥലത്തല്ലോ, ഒരു പുഴയും പാലവും, നല്ല തെളിഞ്ഞ വെള്ളമാണ്. എന്താ രസം. നല്ലൊരു ഇരുമ്പ് പാലം, അടിപൊളി പുഴയും. തൊട്ടപ്പുറത്തൊരു പഴയ പാലാണ്, ഇത് പുതിയ പാലം. അവിടെ എന്തൊരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ ഇന്ന് എത്തിയിട്ടുള്ളത് തെഹുലിയാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതൊരു വില്ലേജാണ്.
അപ്പോൾ ഈ വില്ലേജിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ വന്നിട്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ നിൽക്കുക, അവിടെ ഒഴിഞ്ഞ് കിടക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിയാ. പിന്നെ തൊട്ടപ്പുറത്തൊരു നദി ഉണ്ട്, ആ നദി ഒന്ന് കാണണം എന്ന് വെച്ച് പോവാണ് ഇപ്പോൾ. ലോഹിത് എന്നാണ് കേട്ടോ ഈ റിവറിൻ്റെ പേര്, ലോഹിത് റിവർ. ഇതുണ്ടല്ലോ വില്ലേജ്, നല്ല സ്റ്റൈല വില്ലേജാണ്. ചുറ്റുഭാഗം മലകളാട്ടോ. എന്താ മലകള്, ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മലകൾ ഉണ്ടല്ലേ, ഓ കിടിലൻ മലകളാണ്. നല്ലൊരു കൂൾ പ്ലേസ് എന്ന് പറയാം. ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു മല ഉണ്ട് കേട്ടോ. ആ മലയിൽ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകി വരുന്ന കാഴ്ചകളൊക്കെ കാണാം. ലോഹിത് എന്നാ റിവർക്കനാ ലോഹിത്, ലോഹിത് നദിയാണ് കേട്ടോ തൊട്ടപ്പുറത്തുള്ളത്. നദീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല നീല കളറായിട്ടുള്ള വെള്ളമാണ്. പല ഇതിലെ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കണ്ടു, ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ. ലോഹിത് റിവർ ഒന്ന് കാണേണ്ടതാട്ടോ, അടിപൊളി അറിഞ്ഞ അടിപൊളി. വെള്ളപ്പാറകള് അതിൽക്കൂടെ അങ്ങനെ നീല കളറായിട്ട് വെള്ളം ഒഴുകി പോണത്, എന്താ സ്റ്റൈല്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെ കാണുന്നത്. ഇന്നൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഒഴിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇതാ ഹോസ്പിറ്റലിൻ്റെ അവിടെ ടേബിളിലാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. ഇതാ കറി ഇവിടെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ചോറുണ്ടാക്കും. ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം അവസാനമായിട്ട് ചോറുണ്ടാക്കും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വഴുതനങ്ങ ഫ്രൈയും. അതിനൊക്കെ പാത്രങ്ങൾ കുറവാണ്, അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കണം. അതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുക. അധികം ആർക്കും കിട്ടാത്തൊരു സംഭവം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യുക, അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ വൃത്തിയുണ്ട്, വൃത്തിയില്ലാത്ത അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട് എന്തായാലും. അപ്പോൾ വഴുതനങ്ങ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. ഏകദേശമൊക്കെ വേകാനായിട്ടുണ്ട്. ഇത് സെറ്റായിട്ട് വേണം അടുത്തത് ചോറ് വെക്കാൻ അല്ലേ. ഈ ഒരു ചെറിയൊരു ഗ്യാസ്, ബ്യൂട്ടൈൻ ഗ്യാസും അതുപോലെ തന്നെ ഈ ചെറിയൊരു സ്റ്റൗവും മതി ഏത് യാത്രയ്ക്കും. അധികം ഭാരം കൊണ്ടുപോകും വേണ്ട, എന്നാൽ എവിടെ വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ചോറും കറികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ആവി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിക്കണം, എന്നിട്ട് വേണം കടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും ഡോങ്ങിലേക്ക് പോവാൻ അല്ലേ. എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റ്, മുടിഞ്ഞ ടേസ്റ്റാണ് ഇപ്പോൾ.